ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഡയമണ്ട് ഓഫീസിന്റെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ യുവർ അഖിൽ രാമചന്ദ്രൻ and it's me your Anne Joseph. നമുക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു UNP ചാലഞ്ച് കേട്ടാ. UNP ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അറിയാലോ, ഇതില് ആൻഡ് എഴുതിയിട്ടുണ്ട്, ഒന്നൊരു അഖിൽ എഴുതിയിട്ടുണ്ട്, അപ്പൊ ഇതില് അഖിലിന്റെ എഴുതിയിട്ടുണ്ട്, ഒരു സൈഡ് ആൻഡ് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രിപ്പയർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്ന സമയത്ത് ആരാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരും. അങ്ങനെയാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം. പിന്നെ താല്പര്യം ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്താണ് ഇവൾക്ക് എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യം പറയാം. നമ്മള് യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിന് എല്ലാ കമന്റ്സും വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കണമെങ്കിൽ കുറവാണ്, എന്നാലും മാക്സിമം കൊടുക്കാറുണ്ട്, എല്ലാം ലൈക്ക് ചെയ്യാറുണ്ട്, എല്ലാ കമന്റ്സും വായിക്കാറുണ്ട്. അപ്പം ഫസ്റ്റ്ലി എന്താ പറയാ, നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങളൊക്കെ കാരണമാണ് ഇപ്പൊ ഞങ്ങൾ ഇത്ര ഒരു ഇതിൽ എത്തി നിൽക്കണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് ബാഡ് കമന്റ്സ് അങ്ങനെയൊക്കെ വരും. കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, ചേട്ടൻ ലുക്കാണ്, എവിടെ നിന്ന് ഇങ്ങനെ ഒരു പെണ്ണിനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതെ, കല്യാണം കഴിയണതിന് മുമ്പേ ഇത് കുറേ കേട്ടതാണ്, ഇപ്പോഴും കേൾക്കേണ്ടി വരുന്നതിന് ചെറിയൊരു വിഷമം. അങ്ങനെയൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഭയങ്കര ചെലപ്പാണ്, എന്താണ് വായ, ഞാൻ മോശമായിട്ട് എന്തൊക്കെയോ വാക്ക് പറഞ്ഞു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ മോശം എന്നല്ല, ഞാൻ പുറത്ത് ഇപ്പൊ വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയാണോ എന്നെ കാണുന്നത് അതേപോലെ തന്നെ ഞാൻ ഒറിജിനൽ ലൈഫ് നന്നായി സംസാരിക്കും, നല്ല ടോക്കറ്റീവ് ആണ്, എല്ലായിടത്തും പെട്ടെന്ന് നിന്നും കുറെ ചിരിക്കും, പിന്നെ നല്ല മെച്ചോർഡ് ആണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. എനിക്ക് വളരെ തോന്നിയിട്ടുണ്ട് കുറച്ച് മെച്ചോർഡൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല കുറച്ച് കുട്ടിക്ക് സ്വഭാവമൊക്കെ ഉണ്ട്. അതിപ്പോ എന്താ പറയാ, ഞാൻ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് അല്ലാണ്ട് യൂട്യൂബില് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിട്ട് ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്കറിയില്ല. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പാണ്. പിന്നെ മോശം വാക്കെന്നൊക്കെ പറഞ്ഞാൽ ഈ ഊള അങ്ങനെയൊക്കെ, അത് നമ്മൾ പാലക്കാട് സ്ലാങ് അങ്ങനെയാണ്, അത് മോശം തന്നെ. ഊള പറഞ്ഞാൽ കൊള്ളില്ല, ആ ഒരു അർത്ഥമാണ്. നമ്മൾ പാലക്കാട് സ്ലാങ്ങിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ നമ്മളത് ഭയങ്കര വടിപ്പായിട്ടുണ്ട്, നമ്മളത് മാറ്റി വെച്ച് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ പേര് കമന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതാണ് എന്റെ ഭാഗത്ത് എന്തെങ്കിലും മോശമായിട്ട് ഞാൻ ശരിക്കും മോശമായിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്, ഇത്രയും സംസാരിക്കും, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ, അതിൽ മാറ്റമൊന്നുമില്ല. അതും കൂടെ പറയാമെന്ന് വെച്ചു. പിന്നെ പ്രഗ്നൻസിയുടെ കാര്യമായിട്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് മീൻസ് കമന്റ്സ് ഇടുന്നുണ്ട്, നല്ല നല്ല കമന്റ്സ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് പ്രഗ്നന്റ്, ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ എനിക്കായിട്ടും ഏട്ടനും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ നമുക്ക് മുതിർന്നവരൊന്നും നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ നമുക്ക് മാക്സിമം ഞാൻ എല്ലാം അറിയാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ്, നിങ്ങളെ കുറെ കാര്യങ്ങളൊക്കെ പിന്നെ താഴത്തെ ആന്റി മമ്മി അവരൊക്കെ നമുക്ക് നല്ല ഹെൽപ്പിംഗ് ആണ്. എന്തുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഇഷ്ടമാണ് ഒരു വാക്ക് പറഞ്ഞാൽ മതി എനിക്ക് കൊണ്ടുതരും. അങ്ങനെ എല്ലാ സപ്പോർട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം കേട്ടോ, അതൊന്നും പറ്റില്ല. അറിയണത് നല്ലതല്ലേ, നമ്മൾ അതിനനുസരിച്ച് കെയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സംഭവം കൊണ്ട് വീഡിയോയിൽ ഞാൻ മാക്സിമം ഒരുപാട് കമന്റുകൾ വായിച്ചു. ഈ വായിച്ച കമന്റുകളിൽ ഒരു 20-30% ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. സംഭവം എന്ത് പറഞ്ഞാലും ചേച്ചിയുടെ ഭാഗ്യാണ് ചേട്ടൻ, ചേച്ചിയുടെ ഭാഗ്യാണ് ചേട്ടൻ അല്ല ഭാഗ്യമൊക്കെ തന്നെ. എന്നാലും ഞാൻ പറയാം, സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഗൈസ്. പോലെ എന്നോട് കമ്മിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, അതിൻ്റെ
ഗൈസ് ഇവിടെ പറഞ്ഞു തരും ഗൈസ്. നമ്മള് സത്യം പറഞ്ഞാൽ എന്റെ ഭാഗ്യം ഗൈസ്. പിന്നെ ഒക്കെ ഒന്നല്ല പൊങ്ങണ്ട അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെയാണ്. അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് അതൊന്നും പേഴ്സണലി നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എന്റെ ഭാഗ്യം ഏട്ടന്റെ ഭാഗ്യം ഞാനാണ്. അപ്പൊ എല്ലാരും പറയുന്നത് ചേച്ചിയുടെ ഭാഗ്യമാണ് ഏട്ടന്റെ ഭാഗ്യം ചേച്ചി ആരും പറഞ്ഞിട്ടില്ല. അതിന്റെ വിഷമമാണ് കേസില്ല. പിന്നെ ഈ കേസ് വഴി കുറെ പേര് പറഞ്ഞു അത് കുറച്ച് കുറയ്ക്കാൻ. വേറെ ഒന്നുമല്ല കേട്ടാ, ഏട്ടൻ ഈ ബുൾജിറ്റ് കൊണ്ട് ഒരു ചാനൽ ഉണ്ടല്ലോ, അവരുടെ വലിയ ഫാനാണ്. മുടങ്ങാണ്ട് അവരുടെ വീഡിയോ ആണ്. അവരെന്ത് പറഞ്ഞാലും ഗൈസ് 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 തന്നെയാണ്. അത് അതെ. അപ്പൊ ഇത് നമ്മള് ഗൈസ് കൂടി കുറയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഉറങ്ങുമ്പോൾ ദേഹത്ത് കാലിടുന്നതാര്? ഇവളാണ് ഗൈസ്. ഉറങ്ങുമ്പോ മാത്രമല്ല ഗൈസ്, ഇവളുടെ കാല് മാത്രമല്ല ഗൈസ്, കാല്, തല, കൈ എല്ലാം എന്റെ മേലെയായിരിക്കും. പിന്നെ എനിക്ക് കുറച്ച് വയറൊക്കെ ഉള്ളതുകൊണ്ട് വയറിന്റെ മുകളിൽ കീഴ് കിടക്കും ഗൈസ്. നല്ല ചബ്ബിയാണ്, നല്ല ചബ്ബിയാണ്, നല്ല രസമാണ്. പിന്നെ പൊതുവേ എനിക്ക് അങ്ങനെയുള്ള നല്ല ഉറക്കം വരുള്ളൂ. അതെ, ഈ കാല് തെങ്ങത്തിട്ടൊരു ഗൈസ്. ഞാൻ അതുപോലെ ഒരു കാലം കഴിഞ്ഞാൽ ഏട്ടൻ കൂടെ ഇല്ലാതെ ഞാൻ തലവണ ഒരു ടെഡി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് ഒന്നേ ഞാൻ അഞ്ചിടത്ത് കാലം അല്ലെങ്കിൽ തലവണ വെച്ചിട്ട് അഞ്ചിടത്ത് കാലം എന്ത് വന്നാലും എനിക്ക് കാലിടണം. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ മടിയാർക്കാണ്? ഞാൻ പറയാം ഗൈസ്, ഇവർക്ക് ഉറക്കപ്പിലാന്ന് വന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് ഗൈസ്. ഞാൻ പറഞ്ഞത് ഗൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഉറക്കപ്പിലാന്ന് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഉറങ്ങണം. എന്താ എങ്ങനെ അങ്ങനെ ഗൈസ് 8 മണിക്കൂർ 9 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. 10 മണിക്കൂർ 11 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ക്ഷീണം കൊണ്ടാണ്. ഒന്നും കൂടെ കടന്നു പിന്നെ ഉച്ചക്ക് ചോറിനാറാൻ വേണ്ടി എന്റെ മടിയുണ്ടല്ലോ ഒരു പണി ചെയ്യില്ല. ഞാൻ ഇങ്ങനെ എന്നെ സഹായിക്കണ്ടേ? ഒന്നും ചെയ്യാം സഹായിക്കില്ലെന്നോ? ഈ ഞാൻ എന്നെ സഹായിക്കില്ല അതല്ലേ? അതല്ല കേസ്. എനിക്ക് തീരെ വയ്യാന്ന് ഏട്ടനെ തോന്നണം, എന്നാലേ എന്നെ സഹായിക്കുള്ളൂ. ഫുഡ് കഴിച്ചോളെ ഉടനെ കിടക്കണം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴായിട്ട് ഫുഡ് കഴിച്ചിട്ട് പറയും ഊണ് കഴിഞ്ഞ ഒരു ഉറക്കം. അത് അതൊറ്റെടുത്താ പിന്നെ താഴേക്കൊന്ന് പോയിട്ട് വരട്ടാ കിടക്കില്ലേ? മോളിൽ ഓപ്പൺ ജിമ്മുണ്ട് ഏട്ടാ. രാവിലെ എന്നിട്ട് ഒന്ന് പോയി വർക്കൗട്ട്. ഒരു ദിവസം പോയി രണ്ടാമത്തെ ദിവസം പോയില്ല. വയ്യ. ഒരു ദിവസം എനിക്ക് വേർക്കുവാണ്. വൈകുന്നേരം നടക്കാൻ പോകണ ഉണ്ടായിരുന്നു. ഇവൾക്ക് അറിയില്ല ഗൈസ് നമ്മൾ ബുദ്ധിമുട്ട്. കാരണം ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് കുടിപ്പില്ലേ 8 മണിക്ക് എണീച്ചിട്ട് കുളിച്ച് പണി വർക്കിന് പോയി വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വയറ് കുറച്ച് കുറയ്ക്കാനുള്ള ശ്രമത്തിനാണ്. അപ്പൊ വൈകുന്നേരം നടക്കാൻ പോകണം പറയും. ഒരു ദിവസം ഒരു ദിവസം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല. ഗൈസ് ആദ്യത്തെ ദിവസം നടന്നാൽ എല്ലാവരും എത്ര കിലോമീറ്റർ പോകും? എന്നെ കൂട്ടിട്ട് പോയത് ഗൈസ് ഇവിടെ റോഡ് ചെറിയ കിലോമീറ്റർ ഒന്നുമില്ല ഗൈസ്. തിരു നടന്നാൽ കിടക്കുക ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇവിടെ കിടക്കുന്ന സാധനം അപ്പുറത്ത് കിടക്കണ്ട. എന്റെ കയ്യിൽ നിർത്തുണ്ടോ ഒന്ന് എടുക്കുക. ഇതാണ് ഞാൻ പറയാനുള്ള കാരണം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? റൊമാൻറ്റിക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ റൊമാൻറ്റിക് ആണ്. ഇപ്പൊ ഏട്ടനാണ്. അത് എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും പാവം ആരാണ്? ഞാൻ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ
കണ്ണു പൊട്ടുന്ന പോലെ ചെയ്ത് പറയും. കൈയും കണ്ണാടി കുത്തി പൊട്ടിക്കും, കണ്ണാടി കുത്തിയൊക്കെ പൊട്ടിക്കും, ദേഷ്യം ഫോണറിഞ്ഞ് പൊട്ടിക്കും. ഭയങ്കര ദേഷ്യമാണ് കല്യാണം കഴിഞ്ഞാൽ. ഇതുവരെ എത്ര ഫോൺ എടുത്തിട്ട് പറയും എനിക്ക് ഫോണില്ല കേസ്, എന്റെ ഫോൺ കംപ്ലൈന്റ് ആണ്, പൊട്ടിച്ചു. ദേഷ്യം ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ലായിട്ടൊന്നുമല്ല, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പെടുന്ന 5 മിനിറ്റ് മാറട്ടാ. 5 മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല ഗൈസ്, ഞങ്ങൾ പെട്ടെന്ന് മാറും. ഈ വീഡിയോ 5 മിനിറ്റ് മുമ്പ് പണിക്കാം. അല്ല അത് പെട്ടെന്ന് മാറും. ഏതെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം, ഓഫീസിലെ കാര്യം, ബിസിനസ് ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ആ ദേഷ്യം ഫുള്ള് എന്നോട് ആ ദേഷ്യം ഫുള്ള് എന്നോട് കാണിക്കും. മണ്ട് എറിഞ്ഞു പൊട്ടിക്കുക, ഉതെറിഞ്ഞു പൊട്ടിക്കുക, വായി തൊണ്ടിയൊക്കെ വിളിച്ച് പറയാ. ആലോചിച്ച് നോക്കുമ്പോ ഞാനൊരു ഞാൻ ഇതുവരെ ഒന്നും ചെയ്യില്ല. ലാസ്റ്റ് ഞാൻ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഒരു കാര്യത്തിന് പറഞ്ഞ് നേരെ ബെഡിൽ പോയിട്ട് ഒരൊറ്റ കടന്നു. അപ്പത്തേക്ക് കേട്ടോ സോറി അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കില്ല മതി എന്തൊക്കെ നോക്കണ്ടേ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. നേരത്തെ എണീക്കുന്നത് ആര്? അയ്യോ മാറിപ്പോയത് ഞാനാണ് ഗൈസ്, മാറിപ്പോയത് ഗൈസ്, ഞാനാണ് അതൊന്നുമല്ല ഗൈസ്. ഞാൻ പറഞ്ഞുതരാം, രാത്രി ബിഗ് ബോസ് കണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് അവർക്ക് ആദ്യം പറ്റിപ്പെടണം. ബിഗ് ബോസ് കണ്ടിരുന്ന അവരുടെ പരദൂഷണവും അതും ഇതൊക്കെ കേട്ട് സഹിച്ചിട്ട് രാത്രി എന്നെയും പഠിപ്പിച്ചിട്ട് എന്നെ കുട്ടി ഇറങ്ങും. ഏട്ടന് ഉറക്കമേ ഇല്ല. 12 മണി 1 മണിയാകുമ്പോൾ കിടന്നിട്ട് രാവിലെ എന്നെ ഉറക്കില്ല. രാത്രി ഏട്ടൻ ഫോട്ടോ വിളിച്ചിട്ട് ഇങ്ങനെ ഇരുന്നോണ്ടേയിരിക്കും. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ കിടക്കും. ഏട്ടൻ ഇങ്ങനെ ഇരുന്നോണ്ടേയിരിക്കും. എങ്ങനെയാണ് പിന്നെ എങ്ങനെയാ ഉറങ്ങുക, പിന്നെ എങ്ങനെയാ രാവിലെ എണീക്കുക? രാവിലെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. രാവിലെ എണീറ്റ് വലിയ മഴ മറിക്കാനും. പിന്നെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആര്? എനിക്കറിയാം ഗൈസ്, ഇവിടെ വലിയ ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല. ഞാൻ കല്യാണം കഴിഞ്ഞാണ് ഓർണമെന്റ്സ് ഇടുന്നത്. ഇട്ടല്ല ഞാൻ കല്യാണം കഴിഞ്ഞ പൗഡർ പോലെ അങ്ങനെ യൂസ് ചെയ്യാം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ഓർണമെന്റ്സ് ഇടുന്നത്. അപ്പോഴാണ് ഞാൻ കുറച്ച് പൗഡറൊക്കെ എന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒന്നും വരില്ല. അപ്പോഴാണ് ഞാൻ ഒന്നും വരുന്നത്. എന്നാലും മാക്സിമം ഞാൻ സിമ്പിൾ ആയിട്ട് ശ്രമിക്കുള്ളൂ. പക്ഷെ നമ്മളെങ്ങനെയൊക്കെ നമ്മുടെ ഓഫീസിന്റെ അടുത്തേക്ക് എത്തുമ്പോ വിക്ടോറിയ കോളേജ്, ചിന്മയ വിഷൻ, ഇതിലൂടെ എന്തൊക്കെ കോളേജുകളുണ്ട്. അത് വേണ്ടായിരുന്നു, കസ്റ്റമേഴ്സ് വീഡിയോ കാണുന്നുണ്ട്. ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഇല്ല ഗൈസ്, ഇല്ല അങ്ങനൊന്നുമില്ല ഗൈസ്. ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് സെറ്റായി. മുഖം കഴുകിയ എല്ലാം പോക്കറ്റൊക്കെ ഇട്ടു. അത്ര ബ്യൂട്ടി കോൺഷ്യസ് ഗൈസ്. ഇന്ന് വൈകുന്നേരം ന്യൂസിൽ ലൈവ് വരാം, അപ്പൊ കാണാം. അല്ലെങ്കിൽ എന്റെ ഏട്ടൻ സുന്ദരത്തില്ല, ഞാൻ സൗന്ദര്യം കൊല്ലുകുളത്തിന് ഇതിനെ പൊട്ടു പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി ഗൈസ്, ഇവിടെ തള്ളി പറിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ വൃത്തിയാക്ക് എന്താണ്? കാരണം പറയട്ടെ, ആദ്യമായിട്ട് പറഞ്ഞാൽ കേൾക്കുന്നത്. കാരണം പറയട്ടെ സെത്തു അതല്ലേ നിതിൻ, ഞാൻ കാരണം പറയട്ടെ. ഞാൻ വല്ലപ്പോഴും അടുക്കളയിൽ കയറും. ഇവിടെ അത്രയും വയ്യാതെ മാത്രം കയറി ഞാൻ ചിലപ്പോൾ കുറച്ച് അലങ്കാരമൊക്കെ എടുത്തിട്ട് പോകും. അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു വൃത്തിയും കുഴപ്പമില്ല മനുഷ്യാവട്ടെ നിലവിളിച്ച് പോകും. പിന്നെ രാവിലെ കിടന്നപ്പെട്ട് അത് നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ കിടന്നപ്പെട്ട് അവിടെ തന്നെ ഇട്ട് നമ്മൾ രാവിലെ പോകും. അതും വന്നിട്ട് നിങ്ങൾക്കൊരു വൃത്തിയും കുഴപ്പമില്ല മനുഷ്യാവട്ടെ പോകും. പിന്നെ അലക്കാനുള്ള തോന്നി അതൊക്കെ ഞാൻ ഒരാഴ്ച കൂടെ തോന്നി അവിടെ ഇട്ട് വയ്ക്കും. ഇവിടെ ഡെയിലി വൈകുന്നേരം കൊണ്ട് തുണിയെടുക്കും പെനച്ച് തുടങ്ങി, തുണിയെടുക്കും പെനച്ച് തുടങ്ങി. പിന്നെ എന്റെ വൃത്തിയുള്ള കേസ് ഞാൻ ബേബി സോപ്പ് കുടിക്കാം. രാവിലെ കുളിക്കും വർക്കിംഗ്. വൈകുന്നേരം വന്നപ്പോ കൊറോണയൊക്കെയാണ്. വന്നപ്പോ ഞാനിവിടെ കിടക്കണമെങ്കിൽ ഒറ്റ കിടക്കണം അവിടേക്ക്. അന്നാ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്നില്ല. പിന്നെ ഞാൻ ആട്ടി വിടണം. പിന്നെ കുളിച്ചിട്ട് പിന്നെ ഇതുപോലെ അടുക്കളയിൽ വല്ലപ്പോഴും കഴിക്കുന്നു. കേറി കഴിഞ്ഞാൽ അതിന് മേലെ 50 പേർക്ക് സദ്യ വെച്ചിട്ട് വീട്
വീടൊക്കെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും. ഞാൻ കുളിക്കില്ല കേട്ടോ, 2 നേരം കുളിക്കും. പിന്നെ പ്രത്യേകിച്ച് മുറ്റില്ല. ഇത്രയും പോലെ ഞാൻ ഡെയിലി 2 നേരം കുളിക്കും. ഇപ്പൊ എനിക്ക് തുണി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പേട്ട സഹായിക്കുന്നെ. എനിക്ക് കുനിയാൻ കുറച്ച് ബുദ്ധിമുട്ട്, കുനിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് ബുദ്ധിമുട്ട് ഇതൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത് ആര്? ഞാൻ തന്നെയാണ് ഗൈസ്. കാരണം സത്യം പറഞ്ഞാൽ ഇവിടെ ഫോൺ യൂസ് ചെയ്യാനുള്ള യോഗമില്ല. അതാണ് കാര്യം. ഏത് ഫോൺ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെ ഞാൻ തന്നെ കുട്ടിക്കും. ബിക്കോസ് ദേഷ്യം. എനിക്ക് പിന്നെ അതല്ല, ബാക്കിന്റെ കാര്യത്തിൽ എപ്പോഴും ഫോൺ വേണം. ആഡ് ഉണ്ടാക്കാൻ, പിന്നെ വീഡിയോ ഒക്കെ എല്ലാം യൂട്യൂബ് വീഡിയോ ഇതിനു മുമ്പ് ഗൈസ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ ആഡ് ഉണ്ടാക്കാനൊക്കെ ഫുൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂട്യൂബ്. ഞങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ കൂടുതൽ ഞാൻ റിപ്ലൈ വീഡിയോ ഇടുന്നത് എല്ലാ ആപ്പിലാണ്. അപ്പൊ പിന്നെ ഇൻസ്റ്റയിൽ ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റ ഒന്നും നോക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇൻബോക്സ് ഞാൻ നോക്കാം, എല്ലാ ഇപ്പോഴൊക്കെയാണ് ഹാൻഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ പഠിച്ച് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏട്ടനാണ് കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാൽ യൂട്യൂബ് ഈ ബുഡ്ജറ്റിന്റെ വീഡിയോ എനിക്ക് ഇഷ്ടമാണ്. ഏട്ടൻ ആണെന്ന് അവരെ കാണാൻ തുടങ്ങി. അതുപോലെ അതൊക്കെ ഞങ്ങൾ മെയിനായിട്ട് കാണുന്ന യൂട്യൂബേഴ്സ് അറിയോ? സുജിത് ഭക്തൻ എന്ന് കാണുന്നില്ല. അത് അവരുടെ പ്രശ്നം ചെറിയനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബുഡ്ജറ്റ്, പിന്നെ റോഷൻ ചേട്ടന്റെ വ്ളോഗ്, അർജു കരിക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. പിന്നെ ഇപ്പൊ മല്ലു ഹണീബീസെ കാണാൻ തുടങ്ങിയിട്ടില്ല. യൂട്യൂബ് അഡിക്റ്റഡ് ആണ്. യൂട്യൂബ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് ആർക്ക്? ചെറിയ കാര്യം മതി ഗൈസ്, വളരെ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ നല്ല രീതിയിൽ ടെൻഷനാവും ഗൈസ്. ബിസിനസ് കാര്യത്തിലാണെങ്കിലും എന്റെ കാര്യത്തിലും എനിക്കിപ്പോ നമ്മൾ ടെൻഷനായേ പറ്റുള്ളൂ. എന്തൊക്കെ കിട്ടുകയെന്ന് ഞാൻ ആലോചിക്കുന്നു. ഞാൻ മാക്സിമം പറയും. ഇപ്പൊ എനിക്ക് പ്രഗ്നന്റ് ആയതുകൊണ്ട് ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് നെഞ്ച് വേദന തുടങ്ങി. എനിക്കറിയാം ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെന്ന്. പറഞ്ഞു ഒരാളെ പിന്നെ അവിടെ തലമും വേഗം പോട്ടാ. പിന്നെ അതുപോലെ ബിസിനസ് കാര്യത്തില് എല്ലാത്തിനും ചെറിയ കാര്യം മതി. ഓരോ ടെൻഷൻ അടിച്ച് ഞാൻ മാക്സിമം പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ ടെൻഷൻ റിലീഫിനുള്ള ആൾക്കാരെ അത് കേട്ടത് എന്റെ ടെൻഷനൊക്കെ പോയിട്ട് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഏറ്റവും കൂടുതൽ കോമഡി പീസ് ആര്? മറ്റേ പറഞ്ഞ ഇവിടെ എപ്പോഴും പരിപാടി തിരിച്ചോ കയ്യിൽ പോയിട്ടോ ഉറപ്പാ ഗൈസ്. എൻജോയ് ചെയ്യാം, ഹാപ്പി പിന്നെ പ്രഹസനമായി എടുക്കരുത്. ഇവളെങ്ങനെയാണ് ഗൈസ്? കാരണം ഒരുപാട് പേര് പറഞ്ഞപ്പോ എനിക്കും ചെറിയ വിഷമമൊക്കെ ആയി. ഞാൻ കുറച്ച് ഇമോഷണൽ ക്യാരക്ടർ. പെട്ടെന്ന് എനിക്ക് സങ്കടം വരും, പെട്ടെന്ന് പെട്ടെന്ന് സങ്കടം വരുന്ന സ്വഭാവമാണ് എനിക്ക്. അപ്പൊ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി, പെട്ടെന്ന് സങ്കടം വരും. പക്ഷെ ഞാൻ കാണില്ല ഗൈസ്. അപ്പോ നമ്മുടെ അത്ര പ്രിയപ്പെട്ടവര്, വേണ്ടപ്പെട്ടവരൊക്കെ പറയുമ്പോ ഞാൻ കരയും. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ എനിക്ക് വിഷമമുണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം. കൂട്ടുകാരി കൂട്ടുകാരല്ലേ
നമുക്കൊരു കാര്യമില്ല, വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറയാം. ഓക്കെ ഗൈസ്, നമ്മുടെ ചാനൽ 50K സബ്സ്ക്രൈബ് മുന്നോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. മലയാളത്തിലോ ഇതൊക്കെ സഹിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു സെലിബ്രേഷൻ വീഡിയോ ആയിട്ടായിരിക്കും ഇനി അടുത്തത് നിങ്ങൾ ഞങ്ങളെ കാണുക. നമ്മുടെ പിള്ളേരുടെ ഗൈസ്. അപ്പോ it's me, your regular children. It's me, Joseph. Signing off. God bless.